ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 3 ഞങ്ങൾ ഇടാൻ പോകുന്നതിൻ്റെ തലേ ദിവസം മാർച്ച് 2 തീയതിയിലെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഞാനും അമ്മയും കുളിയും എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ വീടിൻ്റെ പുറകു വശത്തുള്ള സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പുറവശത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ സ്ഥലമാണ്, റെയിൽവേയാണ് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണത്. വന്നപ്പോൾ ഒരു ട്രെയിൻ പോയി. അപ്പോൾ ആ ട്രെയിൻ പോയ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിനുശേഷം പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാനായിട്ടുള്ള വാഴയിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വാഴയോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നാണ് വാഴയിലയൊക്കെ ആവശ്യത്തിന് വെട്ടുന്നത്. അങ്ങനെ വാഴയിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി വെട്ടി അമ്മയുടെ കൈ കൊടുത്ത് അമ്മ അതെല്ലാം അകത്തോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി പൊത്താൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്കധികം തെങ്ങും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പൊത്താനൊക്കെ ഒപ്പിക്കാൻ പാടാണ്. എല്ലാവരോടും ചോദിച്ചാൽ കിട്ടുന്നതുമില്ല. പിന്നെ ഞാൻ നമ്മുടെ ഒരു മാവിൻ്റെ വിറവും അങ്ങനെ തെങ്ങിൻ്റെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കിട്ടിയ പൊത്താനല്ല, ഞാൻ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണക്കി വെച്ചേക്കുന്നതെന്നറിയാവോ. അങ്ങനെ ഇനി അടുത്തത് ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയപ്പോഴത്തെ അച്ചായിയുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുവാണല്ലോ. അപ്പം അച്ചായിയുടെ അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർച്ച് 3 ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് 10ാം ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം മാർച്ച് 2 ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി ഒരു ബിഷോപ്പർ നമ്മുടെ ധന്യ സൂപ്പർ മാർക്കറ്റിൽ കയറി മേടിച്ചിരുന്ന ബിഷോപ്പറും സാധനങ്ങളല്ല ഈ പൊങ്കാലയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒരു തരും. അന്നേരം നമ്മുടെ ഗ്ലാസ് ഉണ്ടെങ്കിൽ മറ്റേ ഗ്ലാസ് മേടിക്കാൻ വരിക്ക് നിൽക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അമ്മയും കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് അഥവാ വിഷന്നാലെന്ന് വെച്ച് 2 ബന്നെടുത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് കൊടുക്കാമല്ലോ. പിന്നെ അരിയും നെയ്യും മുന്തിരിങ്ങയും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ആ പാത്രത്തിൽ വെച്ചു. ഇനി ശർക്കര കേട്ടോ. ശർക്കര ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൊടിച്ചുകൊണ്ട് പോകുന്നത് റെഡിമെയ്ഡ് പാക്കിംഗ് ഒന്നും ആയിട്ടല്ല, പേർന്നും കൊണ്ടല്ല. അത് നമുക്ക് അവിടെ ചെന്നിരുന്ന് ചിലപ്പോൾ ഇത് അരിയാനും പെറുക്കാനും ഒന്നും ഉള്ള സ്ഥലങ്ങൾ കിട്ടിയെന്ന് വരത്തില്ല. കാര്യം ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നത്തെ ദിവസം വെളുപ്പിലെയാണ് പോകുന്നത്. അപ്പോൾ എവിടെ കിട്ടും, നമുക്ക് അവിടെ ഇരുന്നേ പറ്റൂ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് പോയാൽ അത്രയും എളുപ്പമാണ്. അല്ല നമുക്ക് ചെന്നൊന്ന് ഇരുന്ന് ചുരണ്ടാനൊക്കെ സ്ഥലം വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, തോർത്ത് നമ്മൾ ഒന്ന് നേരത്തെ തലയിലിടാനും എടുത്തിട്ടുണ്ട്, അല്ലാതെ ഉടുക്കാനും 2 തോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയും സാധനങ്ങളെല്ലാം എടുത്ത് അപ്പോൾ പൊങ്കാലയ്ക്ക് കൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബിഷോപ്പറിനകത്ത് നമ്മുടെ പൊത്താനാണ്. ഇനി എല്ലാ പ്രാവശ്യവും ഞാൻ പുതിയ സെറ്റും മുണ്ടുമാണ് മേടിക്കാറ് കേട്ടോ, അല്ലെങ്കിൽ കോട്ടൺ സാരിയാണ് മേടിക്കാറ്. ഈ പ്രാവശ്യം പച്ചക്കറിയുള്ള സെറ്റും മുണ്ടും മേടിച്ചിട്ടുണ്ട്. പിന്നെ പച്ച ബ്ലൗസ് തയ്പ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലോട്ടസിൻ്റെ മാല, പച്ചവാള, ബണ്ണ്, അങ്ങനെ ഇതാണ് എൻ്റെ പൊങ്കാലയുടെ കോസ്റ്റ്യൂം കേട്ടോ. അപ്പം അതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ തലേ ദിവസം തന്നെ പൊങ്കാലയ്ക്ക് ഉടുക്കേണ്ട നേരിയതൊന്ന് പിടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വെളുപ്പിൽ എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ രാവിലെ പിടിച്ച് ഉടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ കതവിലൊരു ക്ലിപ്പ് കുത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ വലിച്ച് പിടിച്ച് എല്ലാം എടുക്കുന്നത് കേട്ടോ. ഇനി വെളുപ്പാങ്കാലമായിട്ടുണ്ട്, മാർച്ച് 3 തീയതി നമ്മുടെ ആറ്റുകാല പൊങ്കാല ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മക്കുട്ടിയെ ഞാനാണ് സാരി ഉടുത്ത് കൊടുക്കാറ് കേട്ടോ. അമ്മയ്ക്ക് ഉടുക്കാനൊക്കെ അറിയാഞ്ഞിട്ടല്ല, പിന്നെ എനിക്ക് ഈ സാരി ഉടുക്കുന്നതും ഉടുപ്പിക്കുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്മയെ എത്ര സുന്ദരിയാക്കി ഒരുക്കുന്നതും എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അമ്മയെ ഒരുക്കി ഞാനും ഒരുങ്ങി. അപ്പം ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഓട്ടോമാമൻ വന്നാൽ മതി. വന്നു കഴിയുമ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും. പിന്നെ നമുക്ക് ആറ്റുകാൽ സ്ഥലത്ത് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാവേ. നമുക്ക് സ്ഥിരം ഒരു ഓട്ടോ ഓടുന്ന അണ്ണനുണ്ട് കേട്ടോ, സനു അണ്ണൻ. അപ്പം സനു അണ്ണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളുപ്പിലെ 3 മണിക്ക് ഞങ്ങളെ കൊണ്ടാക്കാൻ വരണേന്ന്. അങ്ങനെ അണ്ണൻ ഒരു 3:30 ആയപ്പോഴത്തേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അണ്ണൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. 3:30 ആയപ്പോൾ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്തേക്കുള്ള ഒരു ട്രെയിനാണ്, അതങ്ങ് പോയി കേട്ടോ. പിന്നെ അടുത്ത 2ാമത്തെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിട്ട് ചേച്ചിമാരൊക്കെ നോക്കുകയാണ്. ആഹാ, ഇവിടെ കൊള്ളാലോ, കൊച്ചു പങ്കാലത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും ചേച്ചിമാരുടെ മനസ്സിൽ കേട്ടോ. അപ്പോൾ നമ്മളൊരു യൂട്യൂബറല്ലേ, അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തല്ലേ പറ്റൂ അല്ലേ. അപ്പോൾ നിങ്ങളെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാഴ്ചകൾ കാണിക്കുന്നത് എനിക്കൊരാഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണാനും ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. അങ്ങനെ ട്രെയിനിലെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. കാല് നിലത്ത് കുത്താനുള്ള സ്ഥലമൊന്നും ട്രെയിനകത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അമ്മയും കൂടെ കൊണ്ടുപോയി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രെയിനകത്ത് പോകുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ കാറിനകത്താണ് പോയത്. ഈ വർഷം നമുക്ക് കാറ് കൊണ്ടുപോകാൻ ആരുമില്ല, കാരണം അച്ചായി ക്ഷേത്രത്തിൽ 10ാം ഉത്സവം തിരക്കാം. പിന്നെ നമ്മളെ ആരാണ് കൊണ്ടുപോകാനുള്ളത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനകത്ത് പോയത് കേട്ടോ. അങ്ങനെ താണ്ടെ എന്തോ പറഞ്ഞാൽ ഞങ്ങൾ തമ്പാനൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നി, തമ്പാനൂർ വന്നിറങ്ങിയപ്പോൾ ഞാനും മാമിയും അമ്മയും ഒന്ന് അന്താളിച്ച് പോയി. ഇനി എവിടെ നമ്മൾ പോയി പൊങ്കാല ഇടും എന്നുവെച്ചാൽ സ്ഥലമില്ല, എങ്ങോട്ട് പോയി ഇടും. എല്ലാ തമ്പാനൂർ സ്റ്റേഷൻ ഫുള്ളും കംപ്ലീറ്റ് ആയി കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ എന്ന് എഴുതിയേക്കുന്ന ആ ബോർഡിന് ഓപ്പോസിറ്റുള്ള തമ്പാനൂരിൻ്റെ ഒത്ത നടുക്ക് വെയിലത്തൊരു സ്ഥലം കിട്ടി.
അപ്പം മാമിക്ക് ഒരു 3 കലം പൊങ്കാലയുണ്ടായിരുന്നു, എനിക്കൊരു കലം പൊങ്കാലയുണ്ടായിരുന്നു. അപ്പോൾ ഇതിനനുസരിച്ചുള്ള കട്ടകളെല്ലാം ഞങ്ങൾ പോയി എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ പൊങ്കാലയ്ക്ക് ഇരുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന ചേച്ചിമാരായിട്ടെല്ലാം ഞാൻ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിമാരടുത്ത് ഞാൻ പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കണ്ട, ഇരുന്ന് തിരളിയപ്പോൾ റെഡി ആക്കിക്കോ, ഞാൻ വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഒരു വലിയ ഭാഗ്യം എന്ന് പറയാൻ നമ്മുടെ ആ ഏരിയയിൽ ഇരിക്കുന്ന എല്ലാവരും വളരെ സന്തോഷം, നമ്മളോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ അല്ലേ. പിന്നെ വെയിലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചില്ല, ശരിക്കും ഇത്രയും വെയിലോട്ട് അടിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തി. അന്നേരം വെളുപ്പാങ്കാലമായിരുന്നല്ലോ. പിന്നെ അവിടെ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തൊരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കണ്ടേ, അമ്മയ്ക്ക് ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. അന്നേരം എന്തായാലും ഞങ്ങൾ ആദ്യം ഒന്ന് വിചാരിച്ചു പാവം ഇപ്പോൾ അമ്മയെ കൊണ്ട് എവിടെ ഇരുത്തും. പക്ഷേ ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ബാക്കിലൊരു ജ്യൂസ് സ്റ്റാൾ കടയുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അമ്മ ആ ജ്യൂസ് സ്റ്റാൾ കടയിലൊക്കെ പോയിരുന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, ക്യാമറക്കാരുടെ ചാകരയായിരുന്നു കേട്ടോ. 24, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, എനിക്കറിയാൻ വയ്യാത്ത എല്ലാ ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിന്ന് അവർ ക്യാമറയൊക്കെ അടിയിൽ കൂടെയും തലയിൽ കൂടെയൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായിരുന്നെങ്കിൽ എന്നെയൊക്കെ TV ലൈവിൽ കാണാമായിരുന്നു കേട്ടോ. ലൈവായിരുന്നല്ലോ അന്നത്തെ ദിവസം ക്യാമറയും കാര്യങ്ങളുമെല്ലാം. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കറങ്ങി നിന്നങ്ങോട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എല്ലാ കാഴ്ചകളും കറങ്ങി കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് കണ്ട അടുത്ത ക്യാമറാമാൻ കണ്ടില്ലേ. അപ്പോൾ ക്യാമറാമാൻ നോക്കിയപ്പോൾ അങ്ങേര് വീഡിയോ എടുക്കണം, അതിൻ്റെ കൂടെ എവളേതടെ എന്നെ വീഡിയോ എടുക്കണം എന്നായിരിക്കും പുള്ളി വിചാരിച്ചത് കേട്ടോ. മിക്ക ക്യാമറക്കാർ വരുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ വീഡിയോ അങ്ങ് എടുക്കും, അപ്പോഴത്തേക്ക് അവർ തന്നെ അങ്ങ് പോയിക്കോളുവേ. ഓക്കെ, അങ്ങനെ എന്നിട്ടപ്പോൾ കുറേ ചേച്ചിമാരൊക്കെ ഇട്ടുന്ന സഹസ്രനാമം കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ പേര് തെരളിയപ്പത്തിന് കുഴക്കുന്നുണ്ട്. ഈ 2 ചേച്ചിമാർ കണ്ടോ, ഓറഞ്ച് ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്ന ചേച്ചിമാർ നാത്തൂന്മാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഞാനും മാമിയാണ് പൊങ്കാലയ്ക്ക് നിന്നത്. അമ്മ ഞങ്ങൾ അവിടെ ഒരു നമ്മുടെ എന്താ പറയുക KSRTC സ്റ്റാൻഡ് നമ്മുടെ തൊട്ട് ബാക്കിൽ, ഫ്രണ്ടിൽ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ ഞങ്ങളുടെ ബാക്കിൽ ഞങ്ങൾക്ക് KSRTC സ്റ്റാൻഡായിരുന്നു കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വീഡിയോക്കാർ വരുമെന്ന്. അപ്പോൾ അടുത്ത ചേട്ടൻ നിന്ന് അടുത്ത വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പോലീസുകാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്, ശ്രദ്ധ വേണമല്ലോ. കാരണം നോക്കിക്കേ, ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിലാണെങ്കിൽ പൊങ്കാലക്കലവും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പൊന്നു ദൈവമേ, പോലീസുകാരെല്ലാം ആര് പറഞ്ഞിട്ടും ആ ചേച്ചിമാർ കേട്ടില്ല. ഒരു 10-40 പേര് കൊണ്ടുവന്ന് കട്ട നിരത്തി അങ്ങ് പിടിച്ച് വെച്ച്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്ഥലപരിമിതി ഒട്ടും ഇല്ലാതായി. നിങ്ങൾ കാണുന്നില്ലേ ഇത്. അതായത് ഞാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് വേറൊരു ചേച്ചിയുടെ എന്താ പറയുക ഗണപതി ഹോമത്തിൻ്റെ ഒരുക്കും അവർ കത്തിച്ച് വെച്ചേക്കുന്നത് വിളക്കും. അവരുടെ കൊതുമ്പ് കത്തിക്കുമ്പം എൻ്റെ കാലിൻ്റെ സെൻറ്ററിലോട്ടാണ് അവർ കൊതുമ്പ് കത്തിച്ച് വിടുന്നത്. അപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്ത് എൻ്റെ പൊങ്കാലക്കലം, അതിന് തൊട്ട് മുമ്പിൽ അതേ അടുത്ത പൊങ്കാലക്കലം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒത്ത നടുക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം എല്ലാം തീ. അപ്പം അഗ്നി തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇങ്ങനെ എന്താ പറയണ്ടേ, പുക മാത്രം കാണുന്നൊരവസ്ഥയാണല്ലോ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന്. അപ്പോൾ ഈ തീയും കൂടെ ആയപ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, റോഡിലെ ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂട്. പൊങ്കാലയ്ക്ക് അടുപ്പിൽ തീ പകരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് കലത്തിലെ വെള്ളം കിടന്ന് തിളയ്ക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, കാലത്തിൽ ഞാൻ നമ്മുടെ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല, അതിന് മുമ്പ് തന്നെ നമ്മുടെ അടുപ്പിൽ വെള്ളം തിളയ്ക്കുന്നു. അത്രയ്ക്ക് വെയിലിൻ്റെ ചൂട് കണ്ടോ. വെയിലായപ്പോഴത്തേക്ക് ഞാൻ ഒരു തോർത്തെടുത്ത് കണ്ണിടണി, കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലാണേ. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പം വലിയ എനർജിയും കാര്യമൊന്നും എനിക്ക് ഇല്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, പനിയാണ്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് വന്ന് എനിക്ക് പനിയായി. എങ്ങനെ പനിയാവാതിരിക്കും, അത്രയ്ക്ക് വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ അടിയിലെ വെള്ളയിലെ തൊലിയൊക്കെ എന്താ പറയുക, ചുള്ളുന്ന കണക്കുള്ള ചൂട്. അതായത് പൊള്ളും. നമ്മൾ അഗ്നിക്കകത്തൊരു തീക്കകത്ത് നമ്മൾ ഇറങ്ങി നിന്നാൽ എങ്ങനെ ഇരിക്കും, അത് കണക്കുള്ള ചൂട്. ആ ഒരു ഏരിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും പനി. എൻ്റെ മാമിക്ക് പനിയായി, എനിക്ക് പനിയായി. അവിടെ നിൽക്കുന്ന 2-3 ചേച്ചിമാരുടെ നമ്പർ എൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരെയും വിളിച്ചപ്പോൾ അവരെല്ലാവരും വയ്യ, അവർക്കെല്ലാം പനിയാണ്. പിന്നെ എനിക്ക് ഈ പനിയെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ടോൺസിലൈറ്റിസ് ഉണ്ട് കേട്ടോ. അന്നേരം ഇത്രയും ഞങ്ങൾ രാവിലെ ആഹാരം ഒന്നും കഴിക്കാതാണ് പൊങ്കാല ഇടുന്നത്. പൊങ്കാല ഇട്ടതിന് ശേഷമേ ഞാനും മാമി എന്തെങ്കിലും ഒന്ന് കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ തണുത്ത വെള്ളവും കൂടെ കുടിച്ചപ്പോഴത്തേക്ക് പറയണ്ടല്ലോ എൻ്റെ കാര്യം. നടത്തി പണ്ടാര അടുപ്പിൽ ആറ്റുകാൽ കൃത്യം 10:15 9 കണ്ടായപ്പോൾ തീ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്കും ഇവിടെ തൊട്ടടുത്തൊരു ഗണപതി അമ്പലം ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. അവിടുത്തെ തിരുമേനി വന്ന് നമ്മുടെ അടുപ്പിലേക്കും തീ പകർന്നു തന്നു കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, വെയിലിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ ഊക്കൻ ചൂടാണ്, വെയിലിൻ്റെ ചൂട് കേട്ടോ. അതിൻ്റെ കൂടെ ഈ അടുപ്പുകളെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാനിതിനിടയ്ക്കൂടെ തീയും കത്തിക്കുന്നുണ്ട്, വീഡിയോയും എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അരിയും കാര്യങ്ങളെല്ലാം ഞാൻ അടുപ്പിലേക്ക് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ
എല്ലാം മാറ്റിത്തരുന്നൊരു അമ്മയാണ് ആറ്റുകാൽ അമ്മ. എൻ്റെ ഇത് 6ാമത്തെ ആറ്റുകാൽ പൊങ്കാലയാണ്. അങ്ങനെ പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞ് നല്ല ഒരുക്കി സുന്ദരിക്കിട്ട കുട്ടിയായിട്ടൊന്നും ഞാനാണ് കേട്ടോ. ഇപ്പം കണ്ണകിയുടെ വേഷത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്നെ നോക്കിക്കേ, മുടിയെല്ലാം അഴിച്ചിട്ട് ഭദ്രകാളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു KSRTC സ്റ്റാൻഡ്. പൊങ്കാല ഇട്ടതിന് ശേഷം ഞാനും മാമിയും അമ്മയും എല്ലാവരും കൂടെ വന്ന് KSRTC സ്റ്റാൻഡിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് എനിക്കും മാമിക്കും ഒന്നും ക്യൂ നിന്നിട്ട് ഫുഡൊന്നും മേടിക്കാൻ വയ്യായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അടുത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ഹോട്ടൽ. അപ്പോൾ ഞാനും മാമിയും അമ്മയും കൂടെ ഒരു ഹോട്ടലിൽ കയറി ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ചോറും ഫ്രൈഡ് റൈസും അതും ഇതും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ക്യൂ നിൽക്കണ്ട, ഞങ്ങൾക്ക് വയ്യായിരുന്നു. അങ്ങനെ ചോറും എല്ലാം കഴിച്ച് കൃത്യം 2:15 പൊങ്കാല തളിക്കത്തുള്ളേ. അപ്പം നമ്മൾ 11 മണിയായപ്പോൾ പൊങ്കാല ഇട്ട് തീർന്ന് ഞങ്ങളൊരു 12:30 ആയപ്പോൾ ചോറും ഒക്കെ ഇട്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. പിന്നെ എല്ലാവരും അവിടെ ഇവിടെ എല്ലാം തുണി നൂത്തിയിട്ടും അങ്ങനെ കിടക്കുവാണ് കേട്ടോ. എനിക്കും അമ്മയ്ക്കും മാമിക്കും ഒക്കെ വെച്ച് വൃത്തി കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി തറയെ ബോധം കെട്ട് വീണാൽ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞങ്ങളൊന്നും ഇങ്ങനെ തുണി വെച്ചൊന്നും കിടക്കത്തില്ല, മനസ്സനുവദിക്കത്തില്ല. ഇത്തിരി വൃത്തി കൂടിപ്പോയി. വൃത്തിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ കൃത്യം 2:15 ആയിട്ടുണ്ട്. 2:15 ആയപ്പോൾ നമുക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിമാനമൊക്കെ മേളിൽ കൂടെ പോകുന്നുണ്ട്. വെയിൽ കാരണം മേളിലോട്ട് നോക്കാൻ പറ്റുന്നുണ്ടായോ. അങ്ങനെ കൃത്യം 2:15 ആയപ്പോൾ അനൗൺസ്മെൻറ്റ് നടത്തി പൊങ്കാല തളിക്കാൻ പോകുക എന്നുള്ള അനൗൺസ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല നമ്മൾ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പോൾ ഈ ചേച്ചിമാർ രണ്ടും ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. അവരെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ എന്നൊക്കെ പറയുകയാണ്. അവർ രണ്ടുപേരും നാത്തൂന്മാരൊക്കെയാണ് കേട്ടോ. നല്ല ക്യാരക്ടേഴ്സുള്ള 2 ചേച്ചിമാരായിരുന്നു. അവർ വീഡിയോ കാണുന്നെങ്കിൽ എനിക്കൊരു ഹായ് ഇട്ടേക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ മറ്റേ ആ സൈഡിൽ കണ്ടോ, ഞങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എന്തായാലും നല്ല തണലുണ്ടായിരുന്നു, മരമുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് മാമിയുടെ പൊങ്കാലക്കാലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാമിക്ക് 3 പൊങ്കാലയാണുള്ളത്. അതിനകത്ത് മാമി ഒരു പൊങ്കാലക്കാലം ഒഴിയുന്നതാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊങ്കാലയെല്ലാം ഇട്ട് പൊങ്കാലയെല്ലാം തളിച്ച് അപ്പോൾ ഓരോരുത്തർ ഇനി KSRTC സ്റ്റാൻഡ്. അപ്പം ഞങ്ങളങ്ങ് ട്രെയിനകത്ത് പോകാമെന്ന് വിചാരിച്ചേ. ട്രെയിനകത്താകുമ്പോൾ 1 മണിക്കൂറുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ അമ്മയും കൊണ്ട് ട്രെയിനകത്ത് പോകുന്ന കാര്യം നടക്കത്തില്ല, അമ്മയ്ക്ക് വയ്യ. അതുകൊണ്ട് തന്നെ KSRTC സ്റ്റാൻഡിൽ ബസ്സിനകത്ത് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ, കുറേ ആളൊഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു കാര്യം പറയാം, പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അന്നേരം അങ്ങ് വീട്ടിൽ പോകാൻ നോക്കി പോകണം കേട്ടോ. ഞങ്ങളുടെ അനുഭവം പറയാണ്. ആളൊഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ലോകത്തുള്ള എമ്പാടും ആൾ വരുന്നതേ ഉള്ളൂ. ഒരിക്കലും രാത്രി 10 മണിയായാലും ആളൊന്നും ഒഴിയത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ആളൊഴിയട്ടെ എന്നും പറഞ്ഞ് ഞങ്ങളെ കണക്കിരിക്കരുത്, ഒരിക്കലും വീട്ടിൽ എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ എന്താ പറഞ്ഞാലും ലാസ്റ്റ് ഒരു തീരുമാനം എടുത്ത് ഇനി ആളെ ഒന്നും നോക്കണ്ട, ഇടി കൂടിയാലും വേണ്ടില്ല അങ്ങ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കൊല്ലം നേരെ കൊല്ലം ബസ്സിനകത്ത് കയറി കേട്ടോ. രാത്രി 9:30-10 മണിയായി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ. അത്രയും മണിക്കൂർ ബസ്സിനകത്ത് ഒറ്റ നില നിൽക്കുകയാണ്. ബസ്സിൽ കയറിയപ്പോൾ ഉള്ള അവസ്ഥ അറിയാമല്ലോ. പൊങ്കാലക്കാലം താഴെയാണ് എല്ലാവരുടെയും, കാല് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. എൻ്റെ കാൽപാദത്തിൻ്റെ പുറത്ത് 2 ചേച്ചിമാരുടെ പൊങ്കാലക്കലമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ അനങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതായിരുന്നു എൻ്റെ ആറ്റുകാൽ പൊങ്കാല. ഇത്രയൊക്കെ അനുഭവിച്ചാലും അമ്മയുടെ അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓരോ ഭക്തരും ഇനിയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ ആറ്റുകാൽ പൊങ്കാല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ടാറ്റാ.